ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ യൂട്യൂബ് ചാനലില് കുഴപ്പമില്ലാണ്ടൊക്കെ പോണുണ്ട്. ചെറിയ ചെറിയ ഓർഡർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഓർഡർ തന്നവർക്കും നമ്മുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഓക്കെ. പിന്നെ ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് 28-ാം തീയതി എന്റെ ഒരു ചെറിയൊരു വിഷമം, വളരെ ചെറിയൊരു വിഷമം പറയാനായിട്ടാണ് കേട്ടാ. എന്റെ മാത്രം വിഷമാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോ അത് എന്തൊട്ടിപ്പോ അതൊന്നും തോന്നായിരിക്കാം. എന്നാലും ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കുണ്ടായ ഒരു വിഷമം അതാണ് പറയണത് കേട്ടാ. 2-3 ആഴ്ച മുന്നേ എന്നെ ഒരു ചേച്ചി വിളിച്ചു. ചേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ചേച്ചിയാണ്. ചേച്ചിക്ക് എന്റെ നമ്പർ കിട്ടി, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർഡർ പറയാനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഒരു ബന്ധുവിന് കല്യാണമാണ്. കല്യാണത്തിന് 2-3 സാധനങ്ങൾ വേണം. മോളുടെ കയ്യിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോ ആ കുട്ടിക്ക് സാധനം ഇഷ്ടമായി. അങ്ങനെ നേരിട്ട് വരാന്ന് പറഞ്ഞു. നേരിട്ട് വെച്ച് നോക്കണല്ലോ എന്തായാലും. അപ്പൊ നേരിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ശരി, നേരിട്ട് വരാം. 2 കൂട്ടർക്ക് ഒരുമിച്ച് വന്ന് നിന്ന് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിലായാലും, കാരണം നമുക്ക് ഷോപ്പൊന്നുമില്ല, നമ്മളെല്ലാം അത് ഓൺലൈനിലാണ്. അപ്പൊ ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ 2 കൂട്ടർക്കും പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ എന്റെ ഇവിടെ തൃശ്ശൂര് ഡാൻസ് ക്ലാസ് ഉണ്ട്. അവിടെയാണ് അവര് വരാന്ന് പറഞ്ഞത്. അപ്പൊ അവർക്കും സൗകര്യം അവിടെ വരാനായിരുന്നു. അപ്പൊ അവിടേക്ക് വരാം എന്ന് പറഞ്ഞു. ഞായറാഴ്ച 2 ആഴ്ച മുന്നത്തെ ഒരു ഞായറാഴ്ച കേട്ടാ. നല്ല മഴയത്ത് ഞാൻ എന്റെ ഹസ്ബൻഡും ഓർണമെന്റ്സ് എല്ലാം കൊണ്ടിട്ട്. അപ്പൊ അവര് പറഞ്ഞ് 2-3 എണ്ണം മാത്രമല്ലല്ലോ നമ്മൾ കൊണ്ടുപോകാൻ, നമ്മൾ കുറച്ചധികം കൊണ്ടുപോകല്ലോ. ഏതെങ്കിലും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു നല്ലതാണല്ലോ. അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങൾ പോയി. നല്ല മഴയാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു 2:30-3:30 നേരത്താണ് വരാന്ന് പറഞ്ഞത്. 2:30 ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. വരുന്നില്ല. ഫോണിലേക്ക് നോക്കും, പുറത്തേക്ക് നോക്കും. 3 മണിയായി, 3:30 3:45 ആവാറായപ്പോ ചേച്ചി എന്നെ വിളിച്ചു. ഞാൻ ചേച്ചി എപ്പോഴാ വരികയാന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, മോളെ ഞങ്ങൾ ഇന്ന് വരുന്നില്ല കേട്ടാന്ന്. എന്ത് പറ്റി? അവര് വേറൊരു കാര്യത്തിന് പോവായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. ഞാനിത് ആ ചേച്ചിനെ കുറ്റം പറയാൻ വേണ്ടിട്ട് എടുത്ത വീഡിയോ അല്ലാട്ടോ. ഞാൻ എന്റെ ഒരു സങ്കടം മാത്രം പറയാനുണ്ട്. ഈ വീഡിയോ ഇനി ആ ചേച്ചി കാണുകയാണെങ്കിൽ ആ ചേച്ചിക്ക് എന്നോട് ഒന്നും തോന്നരുത് കേട്ടോ. സോറി. അതിനെ പറഞ്ഞു വെക്കണം. അതുകൊണ്ടാണ്. അങ്ങനെ ചേച്ചി പറഞ്ഞു ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ചേച്ചി? അത് എന്താന്ന് വെച്ചാല് മോളെ, ഞങ്ങൾ ഓർണമെന്റ്സ് ബ്യൂട്ടീഷ്യനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ബ്യൂട്ടീഷ്യൻ പറഞ്ഞു ബ്യൂട്ടീഷ്യന്റെ കയ്യില് ഇതിന് പറ്റിയ ഓർണമെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പുറത്തുനിന്ന് വേറെ റെന്റിന് എടുക്കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ ഓർഡർ നമുക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാ, ഇതേ ബ്യൂട്ടീഷ്യൻ പറയാണ്, നിങ്ങള് ചിങ്ങമാസാണ് കല്യാണങ്ങൾ വരും, അപ്പോ റെന്റിന് പോയിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാണ്ടാവും, ഇനി ആ സമയത്ത് കിടന്ന് ഓടേണ്ടി വരും എന്ന് ഈ ബ്യൂട്ടീഷ്യൻ പറഞ്ഞത് കൊണ്ടാണ് അവര് നമ്മുടെ അടുത്ത് വന്ന് ഓർഡർ എടുത്തത്. ആ ബ്യൂട്ടീഷ്യൻ തന്നെ പറഞ്ഞു, ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇനി ഓർഡർ എടുക്കണ്ടാന്ന്, ഇനി റെന്റിന് എടുക്കണ്ടാന്ന് പറഞ്ഞു. ഓർഡർ അല്ല, റെന്റിന് ഇനി എടുക്കണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, എന്റെ ഒരു ഓർഡർ പോയി. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, മോള് സാധനങ്ങൾ കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു. കൊണ്ടുവന്നു. കാരണം നിങ്ങൾ എന്തായാലും വരാന്ന് പറയുമ്പോ നമ്മൾ എന്തായാലും കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കൊണ്ടുവന്നു മോളെ. അയ്യോ സോറി. നമ്മൾ സാരില്ല, അതിപ്പോ അങ്ങനെയല്ലേ, ചിലവർക്കല്ലേ ശരിയാവുള്ളൂ, ചിലവർക്ക് ശരിയാവില്ലല്ലോ. ഇപ്രാവശ്യം എനിക്ക് ശരിയായില്ല, അതന്നെ. പക്ഷെ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്റെ ഹസ്ബൻഡിനും ഉമ്മച്ചിക്കും എല്ലാവർക്കും മെസ്സേജ് അയച്ചു, ഓർഡർ ക്യാൻസൽ. കുറച്ചാലും ഇങ്ങനെ ഇരുന്നു. അപ്പൊ പിള്ളേരൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്, എന്തായി ടീച്ചർക്ക് പറ്റിയേ, ടീച്ചർ എന്താ പെട്ടെന്ന് മൂഡ് ഔട്ടായേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു. ക്ലാസ് എടുത്തു. ആ ദിവസം ഞാൻ തിരിച്ചു പോന്നു. ഇന്നാണ് ആ ദിവസം, ആ കുട്ടിയുടെ കല്യാണ ദിവസം, 28-ാം തീയതി. ഇന്ന് രാവിലെ എനിക്കപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വിഷമം. അയ്യോ, ഇന്ന് എന്റെ ഓർണമെന്റ്സ് ഇട്ടിട്ട് ഒരു ബ്രൈഡ് നിൽക്കേണ്ടതല്ലേ. ഓർണമെന്റ്സിന്റെ കുറെ ഒന്നുമില്ല, നെറ്റിച്ചുട്ടി, ഇയറിങ്സ്, പിന്നെ അരഞ്ഞാണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ഒരെണ്ണം, ഒരു മോതിരം ഒരു ബ്രൈഡ് ഇട്ടിട്ട് നമ്മൾ നിൽക്കണം എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷല്ലേ.
അപ്പൊ ഞാനിങ്ങനെ എനിക്കിപ്പോ അയ്യോ ഇന്ന് അങ്ങനെ നിൽക്കേണ്ട ദിവസമല്ലായിരുന്നേ, എന്റെ ഒരു ഓർഡർ പോയില്ലേ, അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ, എന്റെ ഉള്ളിലെ സങ്കടം എനിക്ക് ആരോടെങ്കിലും പറയണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല, ആരെയും കുറ്റം പറയുകയോ ഒന്നുമല്ല കേട്ടോ. ചേച്ചിക്ക് വിഷമം തോന്നുന്നത് ചേച്ചി കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല, ചേച്ചി കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നരുതട്ടെ. ഞാൻ എന്റെ ഉള്ളിലുണ്ടായ വിഷമം ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളു. പിന്നെ ഞാൻ ആ ചേച്ചിനെ വിളിച്ചിട്ടില്ല, എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, എന്തായി എല്ലാ കാര്യങ്ങളും ശരിയായില്ലെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണ വിഷമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണ കാരണം പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേണം വിളിച്ചിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ കുറച്ച് ഓർഡറുകളൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഓർഡർ തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും നമുക്ക് ഓർഡറുകൾ കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.